പറയടാ, ആരെടാ നീ? ഞാൻ ഇപ്പൊ പറഞ്ഞ അത്താഴ പക്ഷിക്കാരൻ. ഇതെന്ത് പോലെ കള്ളൻ. കള്ളന്മാരെ കൂളിംഗ് ക്ലാസ്. സത്യം പറഞ്ഞ എന്തിനിവിടെ വന്നു? എന്തിനിവിടെ വന്നു? സ്റ്റീഫൻ ദേവസ്യയുടെ ഗാനമേള ഇവിടെ ഉണ്ടെന്നത് കേൾക്കാൻ വന്നതാ. പെണ്ണുമ്പിള്ള മോഷ്ടിക്കാൻ വന്നവനല്ലേ ഞാൻ? മോഷ്ടിക്കാൻ എന്റെ വീട്ടിൽ? അത് ഈ സമയത്ത് നോക്കിക്കോ, ഞാനിപ്പോ നാട്ടുകാരെ വിളിച്ചു വിളിക്കല്ലേ. ഏതായാലും നിങ്ങൾ ചോറിൽ വിഷം കഴിച്ച് മരിക്കാൻ പോകുന്നു. നിങ്ങൾ മരിച്ചതിന് ശേഷം മാത്രം ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷിച്ചുകൊണ്ട് പൊയ്ക്കോളാം. നോക്കിക്കോ, ആളെ വിളിച്ചുകൊണ്ട് നിന്നെ തല്ലി ഇവിടെ കൊല്ലും. ആളെ വിളി. നാട്ടുകാരെല്ലാം കൂടുമ്പോ ഞാൻ പറയും നീയാണ് എന്നെ വിളിച്ചു വരുത്തിയത്, ഞാൻ എന്റെ കള്ളക്കാമുകനാണെന്ന് പറയും. നീ വിളിക്കണ്ട, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. വേണ്ട. നീ ആവാനേ സ്ഥിതി ഇനി എന്നെ കൂടെ കൊല്ലാൻ നോക്കണി. പെങ്ങൾ എന്തുകൊണ്ട് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു? അത് ഞാൻ എന്തിനാ കണ്ടോണ്ട് എടുത്ത് പറയേണ്ട കാര്യം? സുന്ദരിക്കുട്ടി എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചു? പറയട്ടെ. ആര് അല്ല, ആത്മഹത്യക്കുള്ള കാര്യം എന്താന്ന് പറയട്ടെ. പറ. ഇന്നലെ ഇരുന്നിരുന്ന് എന്റെ കല്യാണമായിരുന്നു. ബാക്കി കല്യാണം തലവുത്തന എന്നല്ലേ കല്യാണം കഴിക്കണത്? അതല്ലെന്ന്, ഇന്നലെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് നേരെ ഞങ്ങളെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് അയാൾ എന്നെ ചതിച്ച്. അതങ്ങനെയൊന്നുമല്ല, പോകപ്പോ ശരിയായിക്കോളും. അതല്ലെന്ന്, അയാളും ഞാൻ വന്ന് ഞങ്ങൾ കിടന്നു. രാത്രി 11 മണിയായപ്പം എന്റെ കയ്യിലൊന്ന് തരുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് നോക്കിയപ്പം എന്റെ കഴുത്തിലെയും കാലിലെയും മാലയും കമ്മലും എല്ലാം കൂടെ ഒരു കട്ട് അവൻ പോയി. കള്ളനായിരുന്നവൻ. ഞാനറിയാതെ ഈ നാട്ടിൽ ഏത് കള്ളൻ? അവന്റെ ഫോട്ടോ എന്തായാലും ഉണ്ടാ നോക്കട്ടെ. ഫോട്ടോ ഉണ്ട്, എന്റെ ഫോട്ടോ ഉണ്ട്. ഇത് പൂട്ടിലായി. ഇവൻ കള്ളനല്ലേ? എന്റെ കൊണ്ടുങ്ങളെ ഞാൻ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി സാധനങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. ഇവൻ അത് എന്റെ വീട്ടിൽ നടിച്ചോണ്ട് പോകലാണ് ഇവന്റെ പണി. എന്റെ പൂട്ട് രാജാ, നീ എന്നെ പൂട്ടി നോക്കിക്കോ. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ഞാൻ ഇന്നലെ വിഷം മേടിക്കാൻ വേണ്ടി കടയിലോട്ട് ചെന്നപ്പോഴേ ഇത്രയും 100 ഗ്രാമിന്റെ ഫിരുഡാനെ 500 രൂപ വേണമെന്ന് കൊടുക്കണം. ചോദിച്ചോ പറയാം 150 രൂപ GST ആന്ന്. ഇതിന്റെ എല്ലാ ആവശ്യമല്ല ഉണ്ടായിരുന്നു. ഈ പച്ചക്കറി കറികളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ, ഇതൊന്നും കഴിവാതെ അങ്ങടുത്ത് വിഴിഞ്ഞാൽ മതി. താരങ്ങ് മരിച്ചോളും. എന്തായാലും ഞാൻ മരിക്കും. ഫോൺ വരുന്നു. അയ്യോ, അത് എടുക്കത്തില്ല. എന്ത്? അത് ഫോൺ വരുന്ന ചേച്ചി എടുക്ക്. ബോസാ അത്, ഞാൻ എടുക്കത്തില്ല. ബോസ് ഞാൻ ഭയങ്കര കോഴിയാണ്. എടുക്ക് ചേച്ചി. ഒരു മിനിറ്റ്. ഹലോ ഹലോ. ആരാ സന്ധ്യ? അത് ബോസേ, അത് എന്റെ ഹസ്സാണ്. ഹസ്. സന്ധ്യ, അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളുടെ കല്യാണത്തിന് ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതാണ്. അയ്യോ സാറേ, ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ, വേറെ സ്ഥലത്ത് വരെ പോയിരിക്കുക. അയ്യോ, ഞാൻ വരാത്തതിന്റെ ദേഷ്യത്തിനാണ് അങ്ങനെ പറയുന്നത്. അറിയാം, ഞാൻ ഇവിടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. വീട്ടിൽ ലൈറ്റ് ഉണ്ട്, നിങ്ങൾ അവിടെ ഉണ്ട്, എനിക്കറിയാം. ഞാൻ വരുന്നു. അയ്യോ പോകരുത്. ഞാൻ പറഞ്ഞു, ഒന്നാമത് പുള്ളി കോഴിയാന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ കോഴിത്തര മൊത്തം എന്റെ അടുത്ത് കാണിക്കും. ഞാൻ കള്ളനെന്ന് പറഞ്ഞു എന്നെ പൂട്ടൂലേ? കള്ളനെന്ന് പറയണ്ട. ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരത്തേക്ക് ഇവിടെ നിൽക്കാം. ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോകാൻ പോണു. അയ്യോ, ആൺതുണ ഇല്ലെങ്കിൽ പിന്നെ മൊത്തം പൊളിയോ. ഞാൻ പോകും അവിടെ. ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരത്തേക്ക് എന്റെ ഹസ്സാന്ന് ഞാനങ്ങ് പറയാം. എനിക്ക് വേറെ പെണ്ണും പിള്ളേക്കെ ഉണ്ട്, ഞാൻ പോവാന്ന്. നല്ല കുഴപ്പമില്ല, ഹസ്സാന്ന് പറഞ്ഞു നിർത്തും. അതല്ല, വേറെ നിവൃത്തിയില്ല. എനിക്ക് എന്ത് തരും? ഞാൻ മരിക്കുമല്ലോ അത് കഴിഞ്ഞാൽ. അത് കഴിയുമ്പോൾ എല്ലായിടത്തോട്ട് പോവാം. സത്യം. എന്നാ പിന്നെ അച്ഛനാണെന്ന് പറയാം. അയ്യോ, അച്ഛൻ പറയാൻ പറ്റത്തില്ല. കാര്യം അറിയോ, അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ 3 ലക്ഷം രൂപ പുള്ളി പറ്റിച്ചായിരുന്നു. കൊച്ചിനാണെന്ന് പറയാം. 2 ലക്ഷം. മാമനാണെന്ന് പറയാം. 1 ലക്ഷം. മാമന്റെ മോനാണെന്ന് പറയാം. കുടുംബത്തിലെ മൊത്തത്തിനെയും കൂടി ഞാൻ കൊന്നിട്ടാ 8 ലക്ഷം രൂപ അയാൾ പറ്റിച്ചത്. നിനക്ക് അങ്ങനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? അയ്യോ, അയാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പൊ കെട്ടിയ പ്രഫുൽചന്ദ്രനില്ലേ, പുള്ളിക്ക് വിഷമാവും. ആ പുള്ളിക്കാർ ആരെന്ന് പറഞ്ഞത്? കോഴി. ആ ബോസ് അല്ല കോഴി, നീയാണ് കോഴി. സന്ധ്യ, സന്ധ്യ. സാറേ ബോസേ, സോറി. ഇന്നലെ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. സോറി. ഞാൻ അവിടെ മൊത്തം പരിധി സാറിനെ കാണാനേ പറ്റിയില്ല. വിഷമായി എനിക്ക്. ഏച്ചിട്ടും അങ്ങ് ഒലിപ്പിച്ചോണ്ടിരിക്കുവാണല്ലേ? സോറി. ഇത് ഭർത്താവിന്റെ അച്ഛനാണല്ലേ? അയ്യോ അല്ല, പിന്നെ ഇതാണ് ഹസ്. ഓ, ഹസ്. ഹലോ, I am Pavan Kumar. Glad to meet you. Thank you. What is your name? ഉണ്ണി. മുകുന്ദൻ.
ഉണ്ണിമൂന്തൻ. ഓക്കെ മിസ്റ്റർ ഉണ്ണിമൂന്തൻ, സത്യം പറയല്ലോ ഇന്നലെ നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഞാൻ കുംഭകോണത്തായിരുന്നു. കുംഭകോണം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു തമിഴ് ലേഡിയുമായിട്ട് എനിക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 10,000 പറഞ്ഞ് 8,000 അങ്ങ് ഒതുക്കി. ആ 8,000 രൂപ കോടിയുടെ ബിസിനസ് ആണ് അവിടെ നടന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫിലോഡൽഫിയിലേക്ക് പോയി നേരെ ഇങ്ങോട്ട് വന്നു. അല്ല, എന്ത് ചെയ്യുന്നു ഉണ്ണിമൂന്തൻ? മോക്ഷ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. അതിന്റെ മാനേജറാണ്. ഓ, മാനേജർ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ? വേറെ ഒന്നുമില്ല, അവിടെ എടുത്ത് അവിടെ കൊടുക്കും. അതായത് പിന്നെ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്. ഓ, ഇന്ന് ഡ്യൂട്ടിയില്ല? ഓൺ ഡ്യൂട്ടിയിലാണ്. ഓഹോ, ഇവിടെ എവിടേക്ക് വെച്ചാണ് ഈ വർക്ക് നടക്കുന്നത്? ഇവിടെ ഒരു വില്ലയിൽ നിന്നും മറ്റൊരു വില്ലയിലോട്ട് മാറുന്നു. അല്ലല്ല, ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. എറണാകുളം ജില്ലയിൽ വരാറുണ്ടോ? മഴയുള്ളപ്പോ മാത്രം. എറണാകുളം ജില്ലയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വരണം. ഞാൻ അവിടെ ഫിലോഡൽഫിയിലേക്ക് പോകുന്ന സമയത്ത് എന്റെ വില്ല അവിടെ പൂട്ടിക്കിടക്കുവാണ്. നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാം. താണ്ടെ വിളിച്ചു വരുത്തുന്നു. ഒരു കള്ളന്മാർക്കും എന്റെ വീടിന്റെ പൂട്ട് തകർക്കാൻ പറ്റത്തില്ല. തകർക്കും. ആണല്ലേ? പക്ഷെ വേറെ കാര്യം, ഈ കള്ളന്മാർ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഞാൻ എന്റെ വീടിന്റെ താക്കോല് വെക്കുന്നത്. അതെവിടെ സാറേ? അറിയില്ലേ സാറേ? എന്താ പറഞ്ഞാല്? പറഞ്ഞു കൊടുക്കട്ടെ. താമസിക്കണ്ടേ? ഒരു കള്ളനും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ ഒരു പഴയ ഷൂ കിടപ്പുണ്ട്, അതിന്റെ അകത്താണ് ഞാൻ ഈ താക്കോല് വെക്കുന്നത്. ആരും ഒളിപ്പിക്കാത്ത ഒരു സ്ഥലം. പിന്നെ കാറുണ്ടോ? കാറുണ്ടോ? നമ്മൾ ഈ സൈക്കിളും ലോറിയുടെ പുറത്തൊക്കെ യാത്ര. BMW കാറ്. എറണാകുളത്ത് വരുമ്പോ എന്റെ BMW കാർ എടുത്ത് ഓടിക്കണം. അതിന്റെ താക്കോല് ഞാൻ ഇവിടെ വെക്കുന്നത് അറിയാവോ? ആ ഷൂസിന്റെ അകത്തല്ലേ? നോ, ഒരു സ്ഥലത്ത് ഞാൻ ഒരു സാധനം വെച്ച പിന്നെ അത് അവിടെ വെക്കാൻ പറ്റില്ല. വേറെ സ്ഥലത്താണ് വെക്കുന്നത്. എവിടെ സാറേ? നമ്മളെല്ലാരും കാലിട്ട് തിരുമുന്ന മറ്റേ ചവിട്ടിയുണ്ടല്ലോ, ചവിട്ടിയുടെ അടിയിലാണ് ഞാനത് വെക്കുന്നത്. ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം. അതെ അതെ അതെ. ശരി, കാര്യം ചെയ്യും, എന്തെങ്കിലും പോയി വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വാ. സാറ് ഇവിടെ നിൽക്കുവല്ലേ ഇപ്പൊ? അല്ലേ സാറേ? അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ സാറേ ഇത് ഫിലോഡൽഫിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് മോതിരം. എന്റെ പൊന്ന് സാറേ, ആലമരക്കകത്ത് എവിടെയെങ്കിലും കൊണ്ടുവെക്കാൻ നോക്ക്. നോ 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 നോ, കള്ളന്മാരെ ശല്യമാണ്. ഇത് ഞാൻ കയ്യിലാണ് ഇട്ട് തരുന്നത്. അലമാര വെക്ക് സാറേ. വേണ്ട, ഇത് ഞാൻ കയ്യിലിട്ട് തരും. വേണ്ടായിരുന്നു സാറേ. സന്ധ്യക്കല്ല, സന്ധ്യയുടെ ഹസ്ബൻഡിനാണ് ഞാൻ. നിങ്ങൾക്കാണ് തരുന്നത്. പിന്നല്ലാതെ നോ നോ നോ, ഇത് താങ്കൾക്കുള്ള മോതിരമാണ്. മാറു സന്ധ്യ. ഡയമണ്ട് ഇട്ട കൈ ചൊറിയും. കാണിക്കൂ. ഞാൻ കെട്ടിട്ട പെണ്ണിനെയാണ് താങ്കൾ കെട്ടിയത്. എന്നാ ഒരു കാര്യം, നീ ഒരു സ്ത്രീയാണോ? ഒരു അതിഥി വന്നാൽ പിടിച്ചിരുത്തണ്ടേ? അദ്ദേഹത്തിന് ആഹാരം വല്ലതും കൊടുക്കണ്ടേ? ഞാൻ അങ്ങ് ദൂരെ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. സാറിന് വിശന്നോട്ടെ, കുഴപ്പമില്ല. ഒന്നാമത് ബോധം പൊക്കണമില്ലാത്ത ആളാ സാറേ. ബോധം വഴിക്കിട്ടങ്ങനെ കൊണ്ടേ വല്ലത് കളഞ്ഞാല് ഒരു കളൂരി വെച്ച് അകത്ത് വെച്ചിട്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ സാറിന് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ നമുക്ക് ഇപ്പൊ പോവണ്ടെന്ന്. എന്തായാലും ഞാൻ വരുന്നറിഞ്ഞ് സന്ധ്യ എനിക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിരിക്കല്ലേ. അയ്യോ, ഇത് ഞാൻ കഴിച്ചു. അയ്യോ വേണ്ട വേണ്ട, സദ്യ കഴിക്കാൻ പറ്റത്തില്ല. സദ്യ ഞാൻ കഴിപ്പിക്കത്തില്ല. സാർ അങ്ങോട്ട് കഴിക്കുന്നേ. അയ്യോ വേണ്ടെന്ന്. സദ്യ സാർ കഴിക്കരുത്. ഞാൻ സദ്യ കഴിച്ചോളാം. സദ്യ എന്താണ് ഇപ്പൊ കുഴപ്പം? വേണ്ട സാറേ, അത് ശരിയാവത്തില്ല. നിങ്ങൾ എന്തോ സാർ അങ്ങോട്ട് ഉരുട്ടി അടിച്ചാണ്. വേണ്ട. സന്ധ്യ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സദ്യ കഴിക്കുന്നു, ഞാൻ അങ്ങ് പോകുന്നു. അങ്ങ് പോകുന്നു അതും പറന്നാണ് പോകുന്നത്. പറന്നേ പോവുള്ളൂ. ഞാൻ സമ്മതിക്കത്തില്ല, സാറിനെ കൊണ്ട് കഴിക്കാൻ സമ്മതിക്കത്തില്ല. എന്നൊരു കാര്യം ചെയ്യാം, പിക്കിള് കഴിക്കാം. അയ്യോ, പിക്കിളി തുടരുത്. ഇതാണ് പ്രശ്നം. ഉച്ചക്ക് ഓഫീസിൽ ഊണ് കഴിക്കായിരുന്നാലും സദ്യ പിക്കിളി തൊടാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഊണും വെച്ചോണ്ട് പിക്കിളി നോക്കി ഞാനൊരു ഇരിപ്പങ്ങിരിക്കും. എന്തോ കഷ്ടമാണെന്നറിയാമോ? എന്തോ സദ്യ. എന്റെ സദ്യ ഞാനിതൊന്ന് കഴിച്ചോട്ടെ. ശരി 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 ശരി, ഞാൻ കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഒരു പിടി നിങ്ങൾക്ക് തരാം. അവിടെ കൊടു. ഓക്കേ, അവിടെ കൊടു. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. അവിടെ കൊടുക്ക്. നീയാണ് കുടുംബശ്രീ, നീ കഴിച്ചാ മതി. വേണ്ട വേണ്ട. എന്തോ ഈ പറയുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. വേണ്ട, ഞാൻ സാറെ കൊണ്ട് തീറ്റിക്കുന്നില്ല. സാർ അവിടെ തട്ടിയിട്. എന്ത് സാർ തിന്നണ്ട. എന്താ ഇതിനകത്ത് വിഷമുണ്ട്. മനുഷ്യൻ കഴിക്കാതിരിക്കാതിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. സത്യമായിട്ട് പറഞ്ഞതാ, ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന്. എന്തിനു വിഷം ചേർത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല സാറേ, സത്യമാ പറഞ്ഞത്. ദൈവത്തിനാണ് സത്യം. ഞാനത് വിഷം ചേർത്തിട്ടുണ്ട്. ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ച് വിഷം ചേർത്ത് വെച്ചതാ. എന്തിനു മരിക്കാൻ പോണു? ഒരു കാര്യമുണ്ട്. ഇന്നലെ കല്യാണം ആയിരുന്നല്ലോ സാറേ. രാവിലെ എണീറ്റ് നോക്കിയപ്പോഴേ പുള്ളിയിൽ അതെല്ലാം എന്റെ സ്വർണ്ണങ്ങളും കുന്തും എല്ലാം എടുത്തോണ്ട് പോയി. പുള്ളി എല്ലാം എടുത്തോണ്ട് പോയി. എല്ലാം എടുത്തോണ്ട് പോയി. ഇവനാരാണ്? ഇത് ഇവിടെ കയറി വന്നൊരു കള്ളൻ. കള്ളനാ? അത് ശരി. അപ്പൊ എന്റെ 10 ലക്ഷം രൂപയുള്ള മുതൽ ഇവനാണ് ഞാൻ കൊടുത്തത്.
കൊടുത്തത്. അതാ സാറേ കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. മോതിരം താ. മോതിരം താടാ. അകത്ത് പിടിക്കാൻ ഓഹോ ഇവിടുന്ന് പോകാൻ സമ്മതിക്കത്തില്ല. ഓഹോ കയ്യിൽ നിന്ന് സാറേ സന്ധ്യ ഇനി ആ മോതിരോടെ ഒരു അർഹതയും സന്ധ്യക്കില്ല. അതെന്താ സാറേ? കാരണം സന്ധ്യ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ ഭാര്യയായി വീട്ടിൽ കഴിയായിരുന്നു. സന്ധ്യ എന്നെ സ്നേഹിച്ചിട്ടില്ല, മനസ്സിലായോ? ഈ മോതിരം സന്ധ്യക്കണോ അർഹതയില്ല. അത് ഞാൻ എഴുതി എന്തായാലും ഈ മോതിരം എനിക്ക് വേണം സാറേ. ഈ മോതിരം ഞാൻ തരത്തില്ല. മോതിരം ഇല്ല സാറേ. മോതിരം കയറാനാ പറഞ്ഞത്. അയ്യോ മോതിരം വിഴുങ്ങി. നിന്റെ പുല്ല് സാർ ഇല്ല മോതിരം വിഴുങ്ങി. ഡയമണ്ട് മുതലല്ലേ? അതെ. ഡയമണ്ട് വിഴുങ്ങി ആളെ മരിച്ചു പോലെ. മരിച്ചു. വേണ്ട മരിച്ചു. കണ്ണുകൾ അടിക്കുന്നു, കവിളുകൾ തുടുകളാണ് തുടിക്കുന്നു, അയ്യോ. ചുണ്ടുകൾ അടിക്കുന്നു, തല കറങ്ങുന്നു, വീഴുന്നു. ആള് പോയി. ഹലോ ആ? കൊന്നില്ലേ? ഇതുകൊണ്ടാണ് ഒരു പെണ്ണിനെ കൊന്നില്ലേ? ആ. ഞാൻ പോണ്. നീ എവിടെ പോണു? വജ്രമോതിരം കൊടുത്ത് കൊന്നില്ലേ? വജ്രമോതിരം തേങ്ങ ഞാൻ കൊടുക്കാൻ പോണു. ആ. എടോ തനിക്കറിയാവോ എന്നെ ഓഫീസിൽ വെച്ച് എന്തുമാത്രം വലിപ്പിച്ച് എന്റെ ഇത് കാശും കൊണ്ട് പോയതോ ഇവളെന്ന് അറിയാവോ? എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്റെ അമ്മയുടെ ഫോട്ടോയ്ക്ക് പോയി എന്റെ നെഞ്ചിൽ ഞാൻ കുത്തിയിരിക്കുന്നത് ഇവളുടെ ഫോട്ടോയാണ്. എന്നെ പറ്റിച്ചോള്. അവക്ക് ഞാനെന്തോ ഈ വജ്രമോതിരം കൊടുക്കുന്നു. 10,000 രൂപ വജ്രമോതിരം 10,000 അല്ല 10 ലക്ഷം തേങ്ങയാണത്. 30 രൂപക്ക് ഞാൻ ആ ലേഡീസ് സ്റ്റോറിൽ നിന്ന് മേടിച്ചോണ്ട് ഇവക്ക് അങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കട്ടെ. അപ്പോൾ ചത്തില്ലേ? എവിടെ ചാകൻ എഴുതപ്പിച്ചു വിടാൻ നോക്കും. ഏടി നീ ചത്തില്ല. കള്ളി ഏടി. അയ്യോ നീ ചത്തില്ല. കള്ള കറക്കല്ലേ നിനക്ക്? പറ്റിക്കാനായിട്ട് നോക്കുവായിരുന്നല്ലേടി. നിനക്ക് ഇങ്ങനെയെങ്കിലും ഒരു പണി തരണമെന്ന് എനിക്കറിയാം. മേല ആണുങ്ങളോട് കളിച്ചു പോരുത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അയ്യോ സാറ് പോയി. ഞാനിപ്പോ ഒരു കാര്യം പറയാം. നീ ഇത് കഴിച്ച് മരിക്കുന്നോ അതോ ഇല്ലയോ? നീ മരിച്ചിട്ട് വേണം എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാൻ. ഒരു കാര്യം ചെയ്യാം. ഇനി എന്തായാലും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ കഴിക്കുന്നു മരിക്കുന്നു. കഴിയടി അങ്ങോട്ട്. അയ്യോ അമ്മൂമ്മ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും മറന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഇനി നീ അതല്ല പറയേണ്ടത്. പിന്നെ? ഇവിടെ ആരെങ്കിലും തേക്കാനുണ്ടോ എന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.